KR മാർക്കറ്റിലുള്ള വിക്ടോറിയ ഹോസ്പിറ്റലിന് സമീപത്തായാണ് ബാംഗ്ലൂർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ അന്നത്തെ സാമന്ത രാജാവായ ഹിരിയ കൊമ്പെ ഗൗഡ തന്റെ രാജ്യത്തിനകത്തും ഹംപിയെ പോലെ ഒരു പട്ടണം സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടെ 1537-ൽ 2.24 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന മൺകോട്ടയാൽ ചുറ്റപ്പെട്ട ഒരു നഗരം സ്ഥാപിച്ചു. അതാണ് ബംഗളൂരു പേട്ട എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ബാംഗ്ലൂർ നഗരം. ബാംഗ്ലൂർ കോട്ടയ്ക്ക് 9ഓളം പ്രവേശന കവാടമുണ്ടായിരുന്നു. എങ്കിലും അതിൽ പ്രാധാന്യമുണ്ടായിരുന്നവ ഡൽഹി ഗേറ്റും മൈസൂർ ഗേറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് ഡൽഹി ഗേറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിനകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വിനായക ക്ഷേത്രമാണ്. നൂറ്റാണ്ടിൽ കെമ്പെഗൌഡ നിർമ്മിച്ചത് മണ്ണുകൊണ്ടുള്ള കോട്ടയായിരുന്നു. ഡെക്കാൻ മുതൽ മലബാർ തീരം വരെയുള്ള വ്യാപാര പാത നിയന്ത്രിച്ചിരുന്നതിനാൽ കോട്ടയ്ക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ടായിരുന്നു. 1630കളിൽ ഈ കോട്ട ഛത്രപതി ശിവാജിയുടെ പിതാവായ മറാത്ത തലവൻ ഷഹാജി ബോൺസാലയുടെ നിയന്ത്രണത്തിലായി. 1686-ൽ മറാത്ത സാമ്രാജ്യത്തെ തോൽപ്പിച്ച് മുഗളന്മാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ അവർ മൈസൂർ രാജാക്കന്മാരായ വോഡയർമാർക്ക് 3 ലക്ഷം രൂപയ്ക്ക് കോട്ട വിറ്റു. പിന്നീട് വോഡയർമാരുടെ സൈനിക കമാൻഡറായിരുന്ന ടിപ്പു സുൽത്താന്റെ പിതാവായ ഹൈദർ അലി അധികാരം പിടിച്ചെടുക്കുകയും 1761-ൽ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരുന്ന കോട്ടമതിലുകൾ അദ്ദേഹം കരിങ്കല്ലുകൾ കൊണ്ട് പുനർനിർമ്മിക്കുകയും ചെയ്തു. 1791-ൽ ലോർഡ് കോൺവാലിസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഒരു രക്തരൂക്ഷിത പോരാട്ടത്തിലൂടെ ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി. എന്നാൽ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം 1 വർഷത്തിന് ശേഷം ഈ കോട്ടയും അതിനകത്തുണ്ടായിരുന്ന കൊട്ടാരവുമെല്ലാം ടിപ്പുവിന് തിരികെ നൽകി. 7 വർഷത്തിന് ശേഷം 1799-ൽ ശ്രീരംഗപട്ടണത്ത് വച്ച് നടന്ന 4-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ വധിക്കുകയും കോട്ട ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലാക്കുകയും തകർക്കുകയും ചെയ്തു. കോട്ടയുടെ കല്ലുകൾ ഉപയോഗിച്ചാണ് അതിനടുത്തുള്ള ഹോസ്പിറ്റലും മുനിസിപ്പൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവയും നിർമ്മിച്ചത്. 1930 വരെ കോട്ട പൊളിക്കലും മറ്റു കെട്ടിടങ്ങൾ നിർമ്മിക്കലും തുടർന്നു. പഴയ കോട്ടയുടെ 5% മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്.